അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ നടന്നിരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ ആരായിരിക്കണമെടാ പൊന്നുമോനെ? ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? എന്തുകൊണ്ടാണ് അവന്റെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട്, എടാ നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ, അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് അതാ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഉമർ തങ്ങൾ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയുമോ? 5 വഖത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ കാണുമായിരുന്നു. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ, ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. പടച്ചവനെ, പള്ളിയിൽ നിന്ന് തനിച്ചിങ്ങനെ രാത്രിയുണ്ടല്ലോ, വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ നാട്ടിലെ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനെ വല്ലാതെ പ്രണയിക്കുന്ന, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. അതാ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് അതാ ഇടവഴികളിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് അതാ രാത്രിയിൽ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് പറയുന്നു, എടാ പൊന്നുമോനെ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാ. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ സുന്ദരിയായ പെണ്ണ് യാചിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആരും കാണില്ലടാ. പടച്ചവനെ, നടന്നു പോകുന്ന വഴിയിൽ പാതിരാത്രി പിടിച്ചു നിർത്തിയിട്ട് ഒരു സുന്ദരിയായ പെണ്ണൊരു ചുംബനത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടി യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കന്തടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുമോ? ഖസ്റ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായല്ലോ അല്ലാ, മുത്തുനബി കിടക്കുന്ന സ്വർഗം ഞാൻ കളഞ്ഞല്ലോ അല്ലാ. ഒരു സുന്ദരിയായ പെണ്ണാരും കാണാതെ തന്റെ മാറിടത്തിലേക്ക് ചാരി നിർത്തിയിട്ട് അവിടെ നിന്നൊരു ചുംബനം ചോദിക്കുമ്പോ, അവിടെ നിന്ന് സ്നേഹിക്കാൻ പറയുമ്പോ പടച്ച റബ്ബിനെ കുറിച്ച് ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. പടച്ചവനെ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരോ അവസാനം അതിലൂടെ നടന്നു വന്നവര് ഈ ചെറുപ്പക്കാരനെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവേ, പ്രായം ചെന്ന പിതാവിന്റെ മുന്നിലേക്ക് തന്റെ പൊന്നാര മകന്റെ ചലനമറ്റ ശരീരം കൊണ്ടുവന്ന് കിടത്തുകയാ. അവസാനം അവിടെ നിന്ന് ബോധം വന്നു. വാപ്പാരെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നു, വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, സ്വർഗം നഷ്ടപ്പെട്ടു പോയി, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ,
വാപ്പാ, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ. പടച്ചവനെ അവിടെന്ന് ചോദിക്കുന്നു, എന്തേ പൊന്നുമോനെ സംഭവിച്ചത്? വാപ്പാ, നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ പിതാവ് പറഞ്ഞു, നീ കരയല്ലേ, എന്തിനാ മോനെ നീ കരയുന്നത്? നീ പാപം ചെയ്തില്ലല്ലോ, ആ പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ, നീ അങ്ങോട്ട് കയറി പിടിച്ചതല്ലല്ലോ. എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനല്ലേ, അതുകൊണ്ടല്ലേ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് പിടഞ്ഞു വീണത്. അതുകൊണ്ട് എന്റെ മകന്റെ ഭാഗത്ത് തെറ്റില്ല, എന്റെ പൊന്നുമോന്റെ ഭാഗത്ത് തെറ്റില്ല. വാപ്പ സമാധാനിപ്പിക്കുകയാ, പക്ഷേ നിലവിളിയാണ്, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാണ്. പടച്ചവനെ, ഞാൻ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീടിന്റെ അകത്ത് കിടന്ന് കരയുമ്പോ വാപ്പ ഒരുപാട് സമാധാനിപ്പിച്ചു, പക്ഷേ അംഗീകരിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം തന്റെ പൊന്നുമകന് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോ അതുപോലെ കിടന്ന് നിലവിളിക്കുകയാണ്. തന്റെ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോകുമെന്ന് ഭയന്നുകൊണ്ട് ആ പിതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവന്റെ കയ്യിലെ തെറ്റില്ലല്ലോ. അല്ലാഹുവേ, പിതാവിന് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ, വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കണ്ടവരുടെ കൂടെ കിടന്ന് വ്യഭിചരിച്ചിട്ട് ഒരു നാണമില്ലാതെ, മനസ്സിന്റെ ഉള്ളിലൊരു ഭയമില്ലാതെ എടാ വീട്ടിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെങ്ങള്, ഒരല്പ സുഖത്തിന് വേണ്ടി സർവ്വതും മറക്കുന്ന പെങ്ങള്, ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ആ പിതാവ് നടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? തന്റെ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാ. എന്തിനാടാ മരിച്ചത്? പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിയില് ഒരു പെണ്ണിങ്ങോട്ട് കയറി വന്ന് ശരീരത്തിൽ പിടിച്ചു പോയതിന്റെ പേരില് അല്ലാഹ് എന്നെ നരകത്തിലിടുമോ? ഞാൻ നരകത്തിന്റെ അവകാശിയാണോ? ഞാൻ എങ്ങനെ വ്യഭിചാരിയെ പോലെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കും? അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞ് മരിച്ചു കിടക്കുകയാ. ഈ ചെറുപ്പക്കാരന്റെ ജനാസയാണ് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ ഉമർ തങ്ങൾ പറയുകയാ, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ. എന്തിന്റെ പേരിലെന്നറിയുമോ? പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, അവസരം കിട്ടിയപ്പോ, അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോ അല്ലാഹു പറയുകയാ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് എന്നെ പേടിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മഖാമ റബ്ബിഹി ജന്നതാൻ. നിസ്കരിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, സദഖ കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ. പക്ഷെ അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ ഭയന്നുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ അവന് ഞാൻ രണ്ട് സ്വർഗം തരാ. രണ്ട് സ്വർഗമാ അല്ലാഹ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയക്കമടാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. നീ നിന്റെ ശരീരത്തെ സൂക്ഷിക്ക്, നീ നിന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിക്ക്, നീ നിന്റെ കണ്ണുകളെ സൂക്ഷിക്ക്. കണ്ണുകളെ സൂക്ഷിക്കാത്ത കാലവാ. സ്വർഗം വേണോ? സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ കണ്ണുണ്ടല്ലോ,
പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, തെറ്റ് ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല, തെറ്റ് ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ല. ഇന്ന് തെറ്റാണെന്ന് പോലും നമ്മളിൽ പലരും പല കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈ തരുമാറാ.